ഗുഡ് വിൽ പാചകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് തക്കാളി വെള്ളക്കുറുമയാണ്. നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നമ്മുടെ തക്കാളി വെള്ളക്കുറുമ തയ്യാറാക്കുന്നതിന് വേണ്ടി ആദ്യം നമുക്ക് ഇതിനുള്ള തേങ്ങാരപ്പം ഒന്ന് റെഡിയാക്കാം. അതിന് ഒരു തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം. ഒരു 3 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ ഗാർലിക്ക്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ മല്ലിയില എന്നിവ ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. നമ്മുടെ തേങ്ങാരപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിനി കുറുമ തയ്യാറാക്കാം. നമ്മുടെ കുറുമ നമ്മൾ കുക്കറിലാണ് തയ്യാറാക്കുന്നത്. നമ്മുടെ കുക്കർ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് അല്പം ഗ്രാമ്പു, കറുവാപ്പട്ട, ഏലക്ക എന്നിവ ചേർത്ത് കൊടുക്കാം. അല്പം പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഗാർലിക്ക്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചൂലിനായി കട്ട് ചെയ്തത്, 4 പച്ചമുളക്, 3 സവോള ചോപ്പ് ചെയ്തത് എന്നിവ ചേർത്ത് നമുക്കിതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. നമ്മുടെ സവോള ഇവിടെ പാതി വാടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1/2 കിലോ തക്കാളി ചെറിയ പീസായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അല്പം മല്ലിയിലയും കൂടി ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ തക്കാളി ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങാ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് അല്പം വെള്ളവും കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്ത് മൂടി വെച്ച് 1 വിസിലടിച്ച് വേവിക്കാം. അങ്ങനെ നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് നമ്മുടെ കുറുമയൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. അല്പം പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇത് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കുറുമയാണ്. ഇത് ചപ്പാത്തിയുടെയൊക്കെ കൂട്ടത്തിൽ അടിപൊളിയാണ്. അങ്ങനെ നമ്മുടെ തക്കാളി വെള്ളക്കുറുമ ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.